നമസ്കാരം. മറുനാട് മലയാളി എഡിറ്റർ ഷാജസ് കറിയെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്പസമയത്തിന് മുമ്പാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു തട്ടിപ്പുകാരുടെയും വാർത്ത നൽകിയതിന്റെ വൈരാഗ്യത്തിന്റെ പുറത്ത് അവർ നൽകിയ ഒരു പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് സൈബർ പോലീസ് സ്റ്റേഷൻ CA നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതി ഉത്തരവുകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ 10 ദിവസത്തിന് മുമ്പ് തന്നെ നോട്ടീസ് നൽകണമെന്ന് നേരത്തെ തന്നെ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെ CA നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിരുവനന്തപുരത്തെ ഷാജസ് കറിയുടെ വസതിയിൽ നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയായിരുന്നു അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റി കൊണ്ടുപോയത്. കൃത്യമായൊരു ആസൂത്രണമാണ്, ഒരു പകയുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വാർത്ത നൽകിയിരുന്നു. ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വാർത്ത നൽകിയിരുന്നു. അതിന്റെ കൂടി ഒരു പ്രതികാര നടപടി എന്നോണമാണ് അദ്ദേഹത്തിന്റെ ഷർട്ട് പോലും ഇടാതെ അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷൻ തൈക്കാടാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. അത് FIR നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ആദ്യം നൽകാൻ വിസമ്മതിച്ചു. അഡ്വക്കേറ്റും മറുനാട് മലയാളിയുടെ മറ്റ് പ്രതിനിധികളും എല്ലാം സ്റ്റേഷനിൽ എത്തിയിരുന്നു. ആദ്യ ധിക്കാര ഭാവത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നീട് ഏറെ നിർബന്ധിച്ചതിന് ശേഷം ഏറെ നേരം അവിടെ അഡ്വക്കേറ്റ് വാദിച്ചതിന് ശേഷമാണ് അദ്ദേഹം FIR നമ്പർ പോലും നൽകാൻ തയ്യാറായത്. അതായത് ഈ കേസ് ഒരു കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച് കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷായ്ക്കും ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ഗാന വിജയനുമെതിരെ ദുബായിൽ കേസ് ഉണ്ടായിരുന്നു. ഈ കേസിനെ പറ്റിയിട്ട് നിരന്തരം വാർത്തകൾ മറുനാടൻ മലയാളി ഷാജസ് കറിയ ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഗാന വിജയ് ഈ തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയതെന്നാണ്